ശരിക്കും ഈ ഒരു ദിവസം മണിച്ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയിൽ വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിൽ വല്ല വേഷങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ 10-16 വർഷമായി സിനിമയിലുള്ളത്. എല്ലാ നായികമാരെയും ഇടിമണിക്കുന്ന വേഷമായിരുന്നു 10 വർഷവും. ബാതുക്കട പടത്തിൽ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. എൻ്റെ നാട്ടിലും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും കളിയാക്കാൻ മാത്രം ജനിച്ചൊരു മനുഷ്യനായിരുന്നു 10 വർഷം. ആ സമയത്തൊക്കെ ടൈൽസിൻ്റെ വർക്കിനൊക്കെ പോയി ഇത്തിരി ദാരിദ്ര്യമുണ്ടാ, ഉള്ള കാര്യം പറയണമല്ല. അപ്പോൾ ഞാൻ മുന്നോട്ട് പോയി ഒരു 10-80ഓളം പടങ്ങൾ ഗുണ്ടയായിട്ട് അഭിനയിച്ച്. ഗുണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലന്മാരുടെ സഹായിയായിട്ട് അഭിനയിച്ച്. ശരിക്കും ആ സമയത്തൊക്കെ എവിടെയാണെങ്കിലും പൂജ നടക്കും, ഇതുപോലെ ഫംഗ്ഷൻ നടക്കുമ്പോൾ പൂജ നടക്കുമ്പോൾ വിളിക്കാതെ പോകും. അപ്പോൾ ഞാൻ പണിയൊക്കെ ലീവ് എടുത്തിട്ട് ചാൻസ് ചോദിക്കാൻ വേണ്ടി പോകണേണ്ട, ചായ കുടിക്കാൻ വേണ്ടി പോകണേല്ല. പൂജ കഴിയാൻ നേരത്ത് ഞാൻ ഏതെങ്കിലും ഡയറക്ടർമാരെ കണ്ടിട്ട് സാറേ ഈ പടത്തിൽ എനിക്ക് പറ്റിയത് ഉണ്ടാകുന്ന നോക്കും, വിളിക്കാടാന്ന് പറയും. വിളിക്കൂല, എന്നാലും ഞാൻ പോവും. പക്ഷേ ഒരു ദിവസം ഞാൻ ഒരിക്കലും ഇരിക്കാത്ത ആളാണ്. ഏറ്റവും ബേക്കിൽ പോയി നിൽക്കുന്ന ഒരാളാണ്. പൂജക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കസേരകൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പൊട്ടബുദ്ധിയിൽ എനിക്കൊരു കസേര കയറി ഇരിക്കാൻ തോന്നിയിടിയുമേ. ഞാൻ ആ കസേര കയറി ഇരുന്ന് പരിപാടി തുടങ്ങാറായപ്പോൾ ഇതിൻ്റെ പൂജക്ക് വിളിച്ച കുറേ അതിഥികളുണ്ട്. അതിഥികളുടെ കൂട്ടുകാരിരുത്താൻ വേണ്ടി 3-4 റോയുടെ അപ്പുറത്തെ കസേര ഇരുന്ന് എന്നെ പിടിച്ച് ആ കസേരയിൽ നിന്ന് നൈസായിട്ട് മാറ്റി. ഞാൻ ചമ്മിപ്പോയി. അന്ന് തുടങ്ങി ഈ കസേര കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ആരെങ്കിലും പിടിച്ച് മാറ്റിയാലെന്ന് ഓർത്ത്. ശരിക്കും ആ പേടി മാറിയത് ഞാൻ ഇവിടുത്തെ എല്ലാ സ്റ്റാറിൻ്റെ എന്നൊക്കെ ചെറിയ ഇടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഇടിയൊക്കെ മേടിക്കാമല്ലോ, ബാക്കിയെല്ലാം തമിഴന്മാർ വില്ലന്മാർ ഇടി മേടിച്ചോളും. ഇടി മേടിച്ചതിന് ശേഷം ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു വലിയ സ്റ്റാറിൻ്റെ ഇടി മേടിച്ച് അന്ന് തുടങ്ങി എൻ്റെ ലൈഫ് മാറി. വേറെ ആരുമല്ല, നമ്മുടെ ദളപതി വിജയ് സാറിൻ്റെ ഇടി കൊണ്ടപ്പോൾ എൻ്റെ ലൈഫ് മാറി. എൻ്റെ ടൈൽസിൻ്റെ വർക്ക് നിർത്തേണ്ടി വന്ന്. അന്ന് ടൈൽസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കോളേജുകളിലൊക്കെ ഞാൻ ടൈൽസ് ഇടാൻ പോയിട്ടുണ്ട്, കൂട്ടുകാർ പഠിക്കുന്നുണ്ടപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ 1, 2, 3 കോളേജിൽ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. 10ാം ക്ലാസ് മാനുമായിട്ട് തോറ്റി ടൈൽസിൻ്റെ പണിക്ക് പോയി, കോളേജിൽ ടൈലിടാൻ പോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മാസമാണ്. ഒരു തൊഴിലാളി എത്രയൊക്കെ കോളേജിൽ പോകാൻ പറ്റും? ഞാൻ 300-ൽ മേൽ കോളേജിൽ ഗസ്റ്റായിട്ട് പോയിട്ടാ. ശരിക്കും ഏറ്റവും ബാക്കിയിരുന്ന എന്നെ ഇവിടുത്തെ യുവാക്കൾ, സാധാരണക്കാരായ തൊഴിലാളികളും ഈ പറഞ്ഞ കോളേജ് പിള്ളേരും എന്നെ ഏറ്റവും ബാക്കിലെ കസേരയില്ല, ഏറ്റവും മുമ്പിലെ കസേരയിലല്ല എന്നെ കയറ്റിയിരുത്തിയത്. ഉദ്ഘാടകനായിട്ട് വിശിഷ്ടാതിഥിയായിട്ടൊക്കെ വിളിച്ച് കയറ്റിയത്. ഉദ്ഘാടനമായിട്ട് വിശിഷ്ടാതിഥിയായിട്ട് വിളിച്ച് കയറ്റുമ്പോൾ കസേര ആർക്കും വലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. കൊച്ചിക്കാരനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൂലി കിട്ടുന്ന ദിവസമാണ്. 4 വർഷം മുമ്പാണെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ നിന്ന് ടൈൽസ് ഒട്ടിച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ സിമെൻറ്റ് ഒഴിച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ശരിക്കും അതിൽ നിന്നൊക്കെ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട്. ഇന്ന് ഞാൻ കൊല്ലത്തൊരു ഉദ്ഘാടനം കഴിഞ്ഞ് തന്നെയാണ്. ശരിക്കും എൻ്റെ ഭാഗ്യമല്ല, എൻ്റെ ഒരു പ്രയത്നമാണ് ഇത്തരം ഫംഗ്ഷനിലൊക്കെ പോയി നടക്കുന്നതും. എന്താണെന്നറിയാൻ പറ്റില്ല, ഒരു ഭാഗ്യം കിട്ടി. ഒരു റെക്കോർഡൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ റെക്കോർഡൊക്കെ കിട്ടിയേനെ. കാരണം മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിലും 10-15 ദിവസം ഉദ്ഘാടകനായിട്ട് 2.5 വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ പൈസ കൊണ്ട് ആദ്യം ഒരു കാറ് മേടിച്ച്, ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ പൈസ കൊണ്ടാണ് വീടും വെക്കാൻ പോകുന്നത്. ഉദ്ഘാടനം കിട്ടിയ പൈസ കൊണ്ടൊക്കെ ഒരു വീടും വെക്കാൻ പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കലാകാരന്മാർ എനിക്കുണ്ട്. ടീമ് സിനിമയിൽ മാത്രമല്ല പബ്ലിക് ഫിഗർ ഉള്ളത്, സിനിമയിൽ മാത്രമല്ല സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഉള്ളത്. നമ്മളെ തന്നെ സ്റ്റാറായിട്ട് കാണണം, നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ സൂപ്പർ സ്റ്റാറായി കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ തിയറി. വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് പേര് നമ്മളെ കളിയാക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ 10-12 വർഷം കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് പേരെങ്കിലും എന്നെ അറിഞ്ഞു തുടങ്ങിയത്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ യുവാക്കളറിയും, തൊഴിലാളികൾ എന്നെ അറിയും. VIP-കളൊന്നും മുണ്ടൂല. ഇപ്പോഴും ഭയങ്കര പുച്ഛമാണ്. തൊഴിലാളികൾ മതി ടീമേ. നമുക്ക് ലോകത്തിൽ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% തൊഴിലാളികളാണ്. തൊഴിലാളി ശക്തി എന്ന് പറഞ്ഞാൽ മഹാശക്തിയാണ്. അപ്പോൾ എല്ലാ കലാകാരന്മാരും സ്റ്റാറുകളാകട്ടെ, സൂപ്പർ സ്റ്റാറുകളാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെൻ്റെ തെറിയും കട്ടപ്പനയ്ക്കേക്കും എൻ്റെ ഫേസ് കാണുമ്പോൾ ഓർക്കുന്നത്. ഒരുപാട് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങി, നല്ല വേഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ച്. അപ്പോൾ കട്ടപ്പനയിലെ ഡയലോഗ് ചെറുതായിട്ട് പറയാം. ഞാൻ ഈ ഗുണ്ടാവേഷങ്ങളൊക്കെ നിർത്തണേട്ടാ. എനിക്ക് തമിഴിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്, ജില്ലാ കളക്ടറായിട്ട്. അരവിന്ദ സ്വാമിക്ക് വെച്ചിട്ട് വേഷമാണ് ഇല്ല, സത്യമാണ്. ജില്ലാ കളക്ടറായിട്ട് വേഷം കിട്ടിയില്ലെങ്കിലും, അരവിന്ദ സ്വാമിയായിട്ട് വേഷം കിട്ടിയില്ലെങ്കിലും തമിഴിലും തെലുങ്കിലൊക്കെ അത്യാവശ്യം സിനിമകളുണ്ട് കേട്ടാ. ഇത് സത്യമാണ്. ആശാനെ, ഇവർ ചെറിയ ടീമല്ല, ഇടിലൻ ടീമാണ്. ടീമ്
കാണണോട്ടാ, എല്ലാവരും ജീവിതത്തിൽ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ആവട്ടെ. മണിച്ചേട്ടനെ എല്ലാ വേദികളിലും എല്ലാ കോളേജ് പരിപാടിക്ക് പോയാലും ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ പാടൂല. വേദിയിൽ ഒരാളെ കൊണ്ട് അവരോട് പോലും പറയാതെ ഞാൻ മണിച്ചേട്ടനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് 250 കോളേജിലെങ്കിലും ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മണിച്ചേട്ടൻ്റെ പാട്ട് പാടണമെന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ട് അറിയാൻ പോലാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് മണിച്ചേട്ടൻ്റെ പാട്ട് വേദിയിൽ നിന്ന് പാടും. അത്ര സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്.